നമ്മുടെ വണ്ടിയുടെ എൻജിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ക്രാങ്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബെയറിങ് കാര്യങ്ങളൊക്കെ മാറ്റി ഗിയർ ബോക്സിൽ എല്ലാ ബെയറിങ്ങും മാറ്റി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മൊത്തം ക്ലീൻ ചെയ്ത് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഓയിൽ പമ്പ് കാര്യങ്ങൾ അതൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ അഡീഷണൽ ആയിട്ടേ സിലിണ്ടർ പിസ്റ്റൺ ചേഞ്ച് ചെയ്തേക്കാം കേട്ടോ. എന്നുവെച്ചാൽ അത് നമുക്കത് ബോർ ചെയ്യാനായിട്ട് അതിൻ്റെ ഒരു സൈസൊക്കെ ഇത്തിരി കംപ്ലൈൻ്റ് ഉണ്ട്. പിസ്റ്റൺ പിടിച്ചതിനോട് ഓയിലാണ്ട് ഓടിയിട്ടുണ്ട് ഒരു കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ അതിൽ 2150 രൂപ സിലിണ്ടർ കിറ്റിന് വന്നിട്ടുണ്ട്. പിന്നെ അഡീഷണലായിട്ട് അതിൻ്റെ ക്യാം ഷാഫ്റ്റ് കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്യാം ഷാഫ്റ്റ് പുതിയ ഇടുന്നുണ്ട്. എന്നുവെച്ചാൽ അത് ക്യാം ഷാഫ്റ്റ് പഴയതിൽ തേഞ്ഞ് തീർന്നേക്കാണ്. പുതിയ ഇട്ടിട്ടുണ്ട്. അതിന് ക്യാം ഷാഫ്റ്റിനൊക്കെ അത്യാവശ്യം വില ഉണ്ട് കേട്ടോ. ക്യാം ഷാഫ്റ്റിൻ്റെ വില വന്നത് 1130 രൂപയോളം വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ റോക്ക് റാം അതിൻ്റെ ഒപ്പം അത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. റോക്ക് റാം ചേഞ്ച് ചെയ്യുന്നുണ്ട്. ബാക്കി നമ്മൾ ഓൾമോസ്റ്റ് ചെയ്യണ പോലെ തന്നെ ക്ലച്ച് ഡിസ്ക് പാക്കിംഗ് കിറ്റുകൾ എല്ലാ സാധനങ്ങളും ഒറിജിനൽ തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ സാധനവും അതിൻ്റെ പിന്നെ അതിനൊരു പ്രൈമറി ഗിയർ വരുന്നുണ്ട്. അതിൽ ഒന്ന് തുറന്നടാം അതിലൊരു ക്ലച്ച് സൈഡിൽ പ്രൈമറി ഗിയർ എന്ന് പറയും. അത് ഇത്തിരി തേയ്മാനമുണ്ട്. അപ്പോൾ അതും ചേഞ്ച് ചെയ്യേണ്ട അതിലൂടെ വീലാണ് നമുക്ക് ഇതിൽ വരുന്ന വീല്. ക്ലച്ച് ഡിസ്ക് വരുന്നത് അങ്ങനെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം പാക്കിംഗ് കിറ്റ് ചെയ്യുന്ന സാധനങ്ങൾ. പിന്നെ ഇത് നമുക്ക് ഡാമേജ് വന്നേക്കണത് കണ്ടോ. ഇത് ക്യാം ഷാഫ്റ്റ് അത്യാവശ്യം തേഞ്ഞ് പോയി ഓയിലാണ്ട് കൂടി. പിന്നെ ഇതാണ് മറ്റേ വീൽ ചേഞ്ച് ചെയ്യണ വീല്. പിന്നെ അത്യാവശ്യം ബെയറിങ്ങുകളും വീലുകളൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ റേറ്റിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ.